തുടക്കത്തിൽ ഞങ്ങൾ APKS ഓർഗാനിക് എന്ന കമ്പനിയിൽ നിന്ന് ഫോണിലൂടെ ബന്ധപ്പെട്ടാണ് ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്തത്. ഉൽപ്പന്നങ്ങൾ ഉടനെത്തി ഞങ്ങളുടെ പ്രാദേശിക പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് എത്തിച്ചു. അഭിമാൻ എന്ന ഉൽപ്പന്നം ഉപയോഗിച്ചാണ് ഞാൻ ആരംഭിച്ചത്. പൂവിടുന്ന ഘട്ടത്തിൽ FL77 എന്ന സ്പ്രേ ഉൽപ്പന്നം ഞങ്ങൾ ഉപയോഗിക്കുന്നു. ശക്തമായ പുഷ്പരൂപീകരണവും മികച്ച കായ്കൾ രൂപപ്പെടുന്നതിനു പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ ഉൽപ്പന്നം വളരെ ഫലപ്രദമാണ്. കായ്കൾ രൂപപ്പെടുന്ന നിരക്കിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കർപ്പൂരവല്ലി വാഴവിളയിൽ ഗണ്യമായ പുരോഗതി ഞങ്ങൾ നിരീക്ഷിച്ചു. ആശംസകൾ. എന്റെ പേര് ആദിനാരായണൻ. തൂത്തുക്കുടി ജില്ലയിലെ സയ്യർപുരം ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ഞാൻ. ഏകദേശം 3 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വാഴത്തോട്ടം ഞങ്ങളുടെ സ്വന്തമാണ്. ഈ തോട്ടത്തിൽ ഞങ്ങൾ 1500 സക്കായ വാഴകളും 1500 കർപ്പൂരവല്ലി വാഴകളും വളർത്തുന്നു. ഞങ്ങളുടെ പ്രദേശം വാഴ കൃഷിയുടെ ഒരു കേന്ദ്രമാണ്. ഞങ്ങളുടെ ഫാമിന് ചുറ്റുമുള്ള 100 മുതൽ 200 ഏക്കർ വരെ ചുറ്റളവിൽ ഭൂപ്രകൃതി ഏതാണ്ട് പൂർണ്ണമായും വാഴത്തോട്ടങ്ങളാണ്. ഞങ്ങളുടെ സക്കായ വാഴ കൃഷിക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിനായി ഞങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ വിളവെടുക്കുന്ന പഴങ്ങൾ അവയുടെ ആകർഷണീയമായ വലിപ്പവും ഗണ്യമായ ഭാരവും കൊണ്ട് ശ്രദ്ധേയമാണ്. പ്രാരംഭഘട്ടത്തിൽ, പ്രത്യേകിച്ച് തൈകൾ നട്ടുപിടിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ 50 ദിവസങ്ങളിൽ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി നൽകി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ APKS ഓർഗാനിക്കിൽ ഒരു കോണ്ടാക്ട് നമ്പർ വഴി ഞങ്ങളുടെ ആദ്യ ഓർഡർ നൽകി. ഉൽപ്പന്നങ്ങൾ വേഗത്തിലെത്തി ഞങ്ങളുടെ പ്രാദേശിക പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് എത്തിച്ചു. അഭിമാൻ എന്ന ഉൽപ്പന്നം പ്രയോഗിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. സസ്യങ്ങളുടെ പ്രാരംഭഘട്ട വളർച്ചയെ പരിപോഷിപ്പിക്കുന്നതിൽ ഈ ഉൽപ്പന്നം വളരെയധികം ഗുണം ചെയ്തു. 50 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ ഇത് നൽകി. മൊത്തം 3 മാസത്തേക്ക് ഈ രീതി തുടർന്ന് ശക്തവും ഉറപ്പുള്ളതുമായ തണ്ടുകളുടെ വികസനം ഉറപ്പാക്കാൻ ഞങ്ങൾ ഓബക്സ് എന്ന ഉൽപ്പന്നം പ്രയോഗിച്ചു. 1 ലിറ്റർ ഓബക്സ് 100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഞങ്ങൾ ഈ ലായനി തയ്യാറാക്കി ഞങ്ങളുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ പ്രയോഗിച്ചു. പൂവിടുന്ന ഘട്ടത്തിൽ FL77 എന്നറിയപ്പെടുന്ന ഒരു സ്പ്രേ ഉൽപ്പന്നം ഞങ്ങൾ ഉപയോഗിക്കുന്നു. മികച്ച പുഷ്പരൂപീകരണവും ഫലപ്രദമായ കായ്കൾ രൂപപ്പെടുന്നതും സുഗമമാക്കുന്നതിൽ ഈ ഉൽപ്പന്നം നിർണായക പങ്ക് വഹിക്കുന്നു. മുമ്പ് കായ്കൾ മോശമായി രൂപപ്പെട്ടിരുന്ന പ്രത്യേക പ്രദേശങ്ങളിൽ ഈ ഉൽപ്പന്നം തളിക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഫലങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിനുമുമ്പ് ഞങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കായി ഞങ്ങൾ രാസവസ്തുക്കൾ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്നു. എന്നിരുന്നാലും ഈ രീതി സ്വീകരിച്ചതിനുശേഷം പ്രതികൂല പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ മികച്ച വളർച്ച കൈവരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. തണ്ടുകൾ ശക്തമായി വളരുന്നു. പഴങ്ങൾ വലുതും ഗണ്യമായ ഭാരമുള്ളതുമാണ്. കർപ്പൂരവള്ളി ഇനം വാഴപ്പഴത്തിന്റെ കായ്കൾ രൂപപ്പെടുന്ന ഘട്ടവും ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴങ്ങൾ തിളക്കമുള്ളതും പച്ചപ്പു നിറഞ്ഞതുമാണ്. കാഴ്ചയിൽ കണ്ണിന് ആകർഷകമാണ്. അവയുടെ ഗുണനിലവാരവും ഭാരവും വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വിളവും ഗുണനിലവാരവും ഗണ്യമായി വർദ്ധിച്ചു.